ഹലോ, ഇന്നൊരു യാത്രയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ തമ്പനയിലൊക്കെ കാണുമ്പോൾ വേറെയാണ് ഇതാന്നൊക്കെ പറയുന്നത്. ഞാൻ തമ്പനയിലും എൻ്റെ ലൈഫിനെ ആസ്പദമാക്കിയിട്ട് ഞാൻ ഇടുന്നതാണ് കേട്ടോ. ഇതൊക്കെ തരണം ചെയ്താണ് ഞാൻ ജീവിച്ച് പോണത് എന്നുള്ള രീതിയിലാണ് കേട്ടോ. ശരിക്കും ഇങ്ങനെയുള്ള എല്ലാവിധ ഇതുകളും തരണം ചെയ്ത് ഞാൻ തമ്പനയിലിട്ട പോലെ തന്നെ ഇതൊക്കെ തരണം ചെയ്ത് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. അതിനൊക്കെ ഇതായിട്ട് പ്രാർത്ഥന മാത്രമാണ് ശക്തി, അല്ലാണ്ട് നമ്മൾ വേറെ ഒന്നും ചെയ്യാറില്ല, പ്രാർത്ഥന മാത്രം. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ ഫുൾ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്തേക്കൊക്കെ പോകും കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എപ്പോഴും പുറത്താണല്ലോ എന്ന്. അങ്ങനെയല്ല, ഇടയ്ക്കൊക്കെ നമുക്ക് വല്ലാണ്ട് നമുക്ക് ചില ഫീലിങ്സൊക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ പുറത്തൊക്കെ ഒന്ന് പോയി ഒന്ന് സ്ട്രെസ് റിലീഫായി ഒന്ന് ഒരു ഇതൊക്കെ ആവാൻ നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോയത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അക്വേറിയം കാണാനുണ്ടോ. ഈ അക്വേറിയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്വേറിയം സൂമായിട്ടൊരു വലിയ സൂവാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അക്വേറിയം ഉണ്ട്. ഞങ്ങളൊരു 5 മണിക്കൂർ എടുത്താണ് ഈ സൂ ഒക്കെ ഫുള്ളും കണ്ട് തീർത്തത്. അയ്യോ, അത് 5 മണിക്കൂർ ഉണ്ടെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ പാർക്ക് ചെയ്ത് പോയി കഴിഞ്ഞപ്പോൾ കാർ പാർക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ബില്ല് പേ ചെയ്യുന്നത് ഇത്ര മണിക്കൂർ വെച്ചിട്ടാണ്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ എഴുതി കണ്ടതാണ് കറക്റ്റ് 5 മണിക്കൂർ എന്നിട്ട്. അങ്ങനെ ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോയി, 5 മണിക്കൂർ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് ഇത് ചെയ്തല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിൽ ഒരു ചെറിയൊരു പോർഷനാണ് ഈ അക്വേറിയങ്ങൾ കേട്ടോ. എന്തോരം വെറൈറ്റി ഫിഷും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ത് രസമാണല്ലേ കാണാനായിട്ട്. ഇതിലത്തെ ഒരു ചെറിയൊരു പോർഷനാണ് ഈ അക്വേറിയം ഫുള്ളും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് ഞാനിങ്ങനെ അക്വേറിയം മാത്രമായിട്ട് ഇങ്ങനെ ഇട്ടതാണ്. അടുത്ത വീഡിയോ ഞാൻ സൂം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇടാം കേട്ടോ. ജർമ്മനിയിൽ പൊതുവേ നമുക്ക് കറി വയ്ക്കാൻ മീനും കാര്യങ്ങളൊക്കെ കിട്ടൽ കുറവാണ്, അല്ലെങ്കിൽ നല്ല വിലയായിരിക്കും. പക്ഷേ അതിനു വേണ്ടി ഞങ്ങൾ അക്വേറിയത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എത്ര വെറൈറ്റി ഫിഷുകളാണ് കണ്ടതെന്ന് പറയുമോ. അയ്യോ, ഒരു രക്ഷയില്ലായിരുന്നു. വെറൈറ്റി കുഞ്ഞിക്ക് തൊട്ട് വലിയത് വരെയുള്ള കുറേ വെറൈറ്റീസ്, പല കളറിലും പല ഇതിലുമൊക്കെ. എന്ത് രസമെന്നറിയാം കാണാനായിട്ടുണ്ടായിരുന്നത്. ഭയങ്കര തിരക്കുമായിരുന്നു കേട്ടോ. ഞങ്ങൾ പോയത് ഒരു ശനിയാഴ്ച അങ്ങനെ എന്തോ ടൈം. അപ്പോൾ അവിടെ ഭയങ്കര തിരക്കുമായിരുന്നു കേട്ടോ. നല്ല കാലാവസ്ഥയും കാര്യങ്ങളായിക്കണോണ്ട് തന്നെ വരികയും ചെയ്യും. ഈ സൂം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പൊതുവേ ഇവിടെ സമ്മറിലാണ് കൂടുതൽ ഓപ്പൺ ചെയ്തത്. വിൻ്ററൊക്കെ വരുമ്പോഴേക്കും ക്ലോസ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മാക്സിമം നല്ല തിരക്കായിരിക്കും കേട്ടോ. കണ്ടോ, ഇത് ഫുള്ള് ഇങ്ങനെ അക്വേറിയം, വലിയ അക്വേറിയം കാര്യങ്ങൾ, എല്ലാ കളറിലുള്ള മീനും ഉണ്ടായിരുന്നു. എല്ലാ കളറെന്ന് വെച്ചാൽ എല്ലാ കളറിലുള്ള മീനുകളും ഉണ്ട് കേട്ടോ. കണ്ടോ, നല്ല രസമായിരുന്നു എന്തായാലും കാണാനായിട്ട്. ഇവരാ സെറ്റ് ചെയ്ത് വെച്ചേക്കണ ആ ഒരു രീതിയും അങ്ങനത്തെ ഇതെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല നാച്ചുറലായിട്ട് നല്ല രീതിയിൽ നല്ല ഇതുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലും ഇപ്പോൾ കുറേ ഇങ്ങനത്തെ അക്വേറിയംസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നാട്ടിൽ നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. കേട്ടോ, കുഞ്ഞി പീക്കിരി മീനുകളാണ്. അയ്യോ, എന്ത് കുഞ്ഞി മീനുകളും പല കളറിലും എല്ലാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിള്ളേരാണെങ്കിൽ നന്നായിട്ട് എൻജോയ് ചെയ്യണ്ടായിരുന്നു കേട്ടോ. അവരാണെങ്കിൽ ഇപ്പോൾ രണ്ടാമത്തവനൊക്കെ ആണെങ്കിൽ ഒന്ന് ഓർമ്മ വെച്ചാൽ പിന്നെയൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ആൾ നന്നായിട്ട് അതിങ്ങനെ എക്സ്പ്ലോർ ചെയ്യാറുണ്ട് കേട്ടോ. അണ്ട് ഇതൊരു സർക്കിൾ പോലത്തെ ഉള്ളൊരു അക്വേറിയത്തിനകത്ത് ഇങ്ങനെ കിടക്കുന്നത്. ഇതിലും എല്ലാ കളേഴ്സും ഉണ്ടെന്ന് പറയണ പോലെ നല്ല കളർഫുൾ ഫിഷസ് ആയിരുന്നു ഫുള്ളും ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഇതൊരു വലിയൊരു ഹോള് ഫുൾ സർക്കിൾ പോലെ ഫുള്ള് ഇതുണ്ടാവും. ഉണ്ടായി ഫിഷ് ഇങ്ങനെ
ഇത് പോവുകയാണത് ഫുള്ള് വന്നിട്ട് അത് റൗണ്ട് ചെയ്തു കേട്ടോ. അവിടെ ഫുള്ള് ആൾക്കാർ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. എല്ലാവരും അതിനെ നോക്കിക്കൊണ്ടിരിക്കണതുണ്ട്. ഇത് ഫുള്ള് ഇങ്ങനെ റൗണ്ടിൽ ഒരൊറ്റൊരു അക്വേറിയമാണ് അതിൻ്റെ മുകളിലത്തെ നല്ല ഫുള്ള് റൗണ്ടിൽ. എന്നിട്ട് ഈ ഫിഷ് ഈ അറ്റം തൊട്ട് അറ്റം വരെ ഇങ്ങനെ പോകണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും അത് വീഡിയോ എടുക്കൽ ഇതൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. കണ്ട ഈ ഫിഷുകൾ ഫുള്ളും ആ ഒരു സർക്കിളായിട്ട് വലിയ സർക്കിൾ ഫുള്ളും ഒറ്റ ഫിഷ് ടാങ്കാണ്. ഒരൊറ്റ ഫിഷ് ടാങ്കായിട്ട് കണ്ട ആ സർക്കിൾ ഫുള്ളായിട്ട്. അപ്പം അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ ബൈ. ഇനി അടുത്ത വീഡിയോ വന്നിട്ട് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ ബൈ.